നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്ന ഇന്ത്യൻ നഗരം ബാംഗ്ലൂർ ആണ്. ഉദ്യാനങ്ങളുടെ നഗരമെന്നാണ് ബാംഗ്ലൂർ അറിയപ്പെടുന്നത്. നിരനിരയായി ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ കെട്ടിടങ്ങൾക്കിടയിൽ മനോഹരമായ പൂന്തോട്ടങ്ങളും മരങ്ങളും നിറഞ്ഞ മനോഹര നഗരമാണ് ബാംഗ്ലൂർ. ബംഗലൂരു അഥവാ ബാംഗ്ലൂർ എന്നാണ് ഇതിൻ്റെ പേര്. ബംഗലൂരിന് ഈ പേര് കിട്ടിയതിന് പിന്നിൽ ഒരു കഥയുണ്ട്. പണ്ട് വീരബല്ലാല എന്നൊരു രാജാവുണ്ടായിരുന്നു. നായാട്ടിന് ഇടയിൽ കൂട്ടം തെറ്റി ഒറ്റപ്പെട്ടു പോയ രാജാവ് ഒരു ഗ്രാമത്തിലെത്തി. വിശന്നു വലഞ്ഞ അദ്ദേഹത്തിന് ഒരു ഗ്രാമീണ സ്ത്രീ വയറു നിറയെ പയറു വേവിച്ചത് നൽകി. രുചികരമായ ഭക്ഷണം കഴിച്ച് സന്തോഷവാനായ രാജാവ് അവരുടെ ഗ്രാമത്തിന് ബന്ദേ കാലു ഊരു അഥവാ വേവിച്ച പയറിൻ്റെ ഗ്രാമം എന്നു പേര് കൊടുത്തു. ആ പേരാണത്രേ ബംഗലൂരു ആയത്. ചരിത്രം മറ്റൊരു കഥയാണ് പറയുന്നത്. ബംഗളൂരുവിന് നൽകിയിരിക്കുന്നത്. വിജയനഗര സാമ്രാജ്യത്തിലെ മഹാരാജാവ് കെമ്പഗൗഡ ഒന്നാമൻ എന്ന നാട്ടുപ്രമാണിക്ക് കുറേ സ്ഥലം ദാനമായി നൽകി. 1537 കെമ്പേഗൗഡ ആ സ്ഥലത്തിന് ചുറ്റും ഒരു കോട്ട പണിയുകയും ബംഗലൂരു എന്ന് പേരിടുകയും ചെയ്തു. മികച്ച സൗകര്യങ്ങളുള്ള സ്ഥലമാണ് ബംഗളൂരു. വിജയനഗര സാമ്രാജ്യത്തിൻ്റെയും ബിജാപ്പൂർ സുൽത്താൻ്റെയും കീഴിലായിരുന്നു ബംഗലൂരു വളരെ വർഷമായി വികസിച്ചു വളർന്നത്. പിന്നീട് മൈസൂർ ഭരണാധികാരിയായ ഹൈദർ അലിയും അദ്ദേഹത്തിൻ്റെ മകൻ ടിപ്പു സുൽത്താനും ഈ പട്ടണം ഭരിച്ചു. 18-ാം നൂറ്റാണ്ടിൽ മൈസൂർ ഭരണാധികാരികളിൽ നിന്ന് ബംഗലൂരു ബ്രിട്ടീഷുകാരുടെ കൈകളിലെത്തി. ബംഗലൂരു പിന്നീടത് ബാംഗ്ലൂറായി മാറി. ബ്രിട്ടീഷുകാർ ബാംഗ്ലൂരിനെ കൺട്രോൾമെൻ്റ് എന്നും പഴയ പട്ടണമെന്നും രണ്ടായി വിഭാഗിച്ചു. 1947 ഇന്ത്യ സ്വതന്ത്രമായതോടുകൂടി ബാംഗ്ലൂർ മൈസൂറിൻ്റെ തലസ്ഥാനമായി. 1949 കൺട്രോൾമെൻറ്റും പഴയ പട്ടണവും ചേർന്ന് ബാംഗ്ലൂർ ഒരൊറ്റ നഗരമായി തീർന്നു. 1956 ബാംഗ്ലൂർ കർണാടക സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായി. ബാംഗ്ലൂരിൻ്റെ പേര് ബംഗലൂരു എന്ന് ഔദ്യോഗികമായി മാറ്റിയത് 2006 ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള മൂന്നാമത്തെ വലിയ നഗരമാണ് ബാംഗ്ലൂർ. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരത്തിൽ ധാരാളം പാർക്കും നല്ല പച്ചപ്പുമുള്ള മനോഹരമായ ഉദ്യാനങ്ങളുള്ള ഒരു നഗരമാണ് ബാംഗ്ലൂർ. അതുകൊണ്ട് ബാംഗ്ലൂരിനെ ദ ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇന്ത്യയുടെ ഉദ്യാന നഗരമാണ് ബാംഗ്ലൂർ. ബാംഗ്ലൂരിനെ പറ്റിയുള്ള ഈ ചെറിയ വിവരണം ഇത്രമാത്രം. നന്ദി, നമസ്കാരം.